പ്രവാസികൾ ഇത്രയും ചേർത്ത് പിടിച്ചൊരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ബഹിഷ്കരണം എന്ന പേര് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നതിന് അതിന് ഈ കേരളത്തിലെ ജനങ്ങൾ കാണും, പ്രവാസികളുടെ കുടുംബം കാണും. അത് വോട്ടിലൂടെ അറിയിക്കുമെന്ന് ഞങ്ങൾ പറയാം. എൻ്റെ പേര് ബിനു ഇസ്മായിൽ എന്നാണ്. ഞാൻ യുവലാസായതി ഖത്തറിന് ദോഹയിൽ നിന്ന് വരികയാണ്. ആദ്യം തന്നെ പ്രവാസികൾക്ക് വേണ്ടി ഇത്രയും കരുതലോടെ ഞങ്ങളെ പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാരിന് ഞങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ. പ്രവാസികൾ ഇത്രയും ചേർത്ത് പിടിച്ചൊരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ആദ്യത്തെ ലോകസഭയിൽ 40 അങ്ങനെയുള്ള രാജ്യങ്ങളിൽ വന്നു. അതിപ്പോൾ 125 രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 125 രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം ഇവിടെ വന്ന് ക്ഷണിച്ച് ഞങ്ങൾ പ്രവാസികളുടെ പ്രശ്നങ്ങളും ചേർത്ത് പിടിച്ച് പറയുന്ന ഇതുപോലൊരു സർക്കാർ മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു മാതൃകയാകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഞങ്ങൾ ഈ പ്രവാസികളുടെ ഇത്രയും നല്ലൊരു മഹാസഭ നടക്കുമ്പോൾ ബഹിഷ്കരണം എന്ന പേര് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്തുന്നതിന് അതിന് ഈ കേരളത്തിലെ ജനങ്ങൾ കാണും, പ്രവാസികളുടെ കുടുംബം കാണും. അത് വോട്ടിലൂടെ അറിയിക്കുമെന്ന് ഞങ്ങൾ പറയുകയാണ്. ഈ ലോകകേരള സഭയ്ക്ക് ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ പ്രതിനിധീകരിച്ച് വരട്ടെ എന്നും. ഇപ്പോൾ മറ്റൊരു കാര്യം, കഴിഞ്ഞ 4-ാം ലോകകേരള സഭയിൽ പങ്കെടുത്ത ഒരു 90% പ്രശ്നങ്ങളും ഈ സർക്കാർ പരിഹരിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രവാസികളുടെ പ്രശ്നങ്ങൾ, ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനെല്ലാം പരിഹാരം കാണുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലോകകേരളയ്ക്ക് ഖത്തർ യുവലാസായതിയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.